എനിക്ക് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഒരുപാട് ഡി എമ്മിൽ വന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നതിൽ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി ഉണ്ടെങ്കിലാണോ നമുക്ക് യു എയിലാണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ജോബ്സ് ഒക്കെ കിട്ടുള്ളൂ, അതോ സ്കിൽസും പോർട്ട്ഫോളിയോസ് ഒക്കെ മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ദ ആൻസർ മൈറ്റ് സർപ്രൈസ് യു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും മെയിനായിട്ട് നോക്കുന്നത് സ്കിൽസാണ്. ഈ ഒരു ഫീൽഡിലേക്കൊക്കെ വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മെയിനായിട്ട് ഇവിടുത്തെ ഓരോ കമ്പനീസ് നോക്കുന്നത് സ്കിൽസാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് നമുക്ക് ഇപ്പോൾ ഒരു ക്യാപ്കട്ടിൽ ഒരു മാസ്കിങ്ങോ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എഫക്റ്റിൽ എന്തെങ്കിലും ടെക്സ്റ്റ് അനിമേഷനോ അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതിന് കിട്ടില്ല. സോ നമുക്ക് ഇവിടെ മെയിനായിട്ട് വേണ്ടത് സ്കിൽസ് തന്നെയാണ്. ഓഫ് കോഴ്സ് നല്ലൊരു പോർട്ട്ഫോളിയോയും അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ജോബ് പോസ്റ്റ് ഇടുന്ന എല്ലാ കമ്പനികളും മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിങ്ക്ഡിനും അതുപോലെ തന്നെ ഇൻഡീഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും, ആരും ഡിഗ്രീസിനെ അങ്ങനെ മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെയും അവർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഫിലിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഗ്രീസും കാര്യങ്ങളും മീഡിയയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഡിഗ്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവരും മെയിനായിട്ട് ചോദിക്കുന്നത് പോർട്ട്ഫോളിയോസ് തന്നെയാണ്. സോ അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോസും അതുപോലെ തന്നെ സ്കിൽസും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജോബിന് നമുക്ക് നല്ലൊരു സാലറിയിലൊക്കെ നമുക്ക് ജോബിന് കയറാൻ പറ്റും. സോ നമുക്ക് റിയാലിറ്റിയിലേക്ക് വരാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ശരിക്കുള്ള സംഭവം. അപ്പോൾ അതിനെ കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു കമ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഏജൻസി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് നോക്കണവരായിക്കോട്ടെ, അവർക്കെല്ലാവർക്കും ഹയർ ചെയ്യേണ്ടത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ്. അല്ലാതെ ഡിഗ്രി ഉള്ള ആളുകളെ അല്ലെങ്കിൽ ഡിഗ്രി വെച്ചിട്ട് അതും വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നും പറഞ്ഞ് ഡിഗ്രി വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ചോദിച്ചത് ഇത്രയുള്ളൂ. അതായത് ഡിഗ്രി ഇല്ലാത്തവരൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കും അപ്ലൈ ചെയ്യാമോ, അവരിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് മെയിൻ എന്നോട് ചോദിക്കുന്നവരുടെ മെയിൻ ഇതെന്ന് പറഞ്ഞതാണ്. അപ്പോൾ സോ അങ്ങനെയുള്ളവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോബ് കിട്ടും. ഇപ്പോൾ നമ്മൾ 4 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ ഡിഗ്രിയും ഒക്കെ എടുത്തിട്ട് നമുക്കതിൽ നമ്മുടെ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പഠിക്കാനില്ല. എനിക്ക് ഇപ്പോൾ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഗ്രീസ് ആണെങ്കിൽ പോലും അതിൽ നമുക്ക് ഒരു വർക്ക് ഫ്ലോയോ അല്ലെങ്കിൽ മാസ്കിങ് അങ്ങനെ പല കാര്യങ്ങളും ഇതൊന്നും നമുക്കതിൽ പഠിക്കാനില്ല. സോ ആ ഒരു ബോധ്യം ഇവിടുത്തെ കമ്പനികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനീസ് മെയിനായിട്ട് ഡിഗ്രി അല്ല നോക്കുന്നത്, സ്കിൽസ് തന്നെയാണ് നോക്കുന്നത്. കമ്പനിക്ക് അറിയേണ്ടത് ഇപ്പോൾ നമുക്ക് മാക്സിമം ടൈം കുറച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഏതൊക്കെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പോലും കമ്പനി ചിലപ്പോൾ നോക്കില്ല. ഇപ്പോൾ ക്യാപ്കട്ടിൽ എഡിറ്റ് അറിയാവുന്നവരാണെങ്കിൽ പോലും അവർക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, നല്ല ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ടൈം കൺസ്യൂം ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി ഉറപ്പായിട്ട് ഹയർ ചെയ്യും. അങ്ങനെ കാരണം ഞാനിത് പറയാൻ കാരണം അങ്ങനെ ഹയർ ചെയ്ത ഒരാളാണ് ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് സെയിൽസിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെയാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്കിങ്ങനെ എഡിറ്റിങ്ങിൽ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ആ ഒരു താല്പര്യം, ആ ഒരു പാഷനെ പ്രൊഫഷനാക്കി എടുക്കാം എന്നുള്ള രീതിയിലാണ് പിന്നെ ഞാൻ റെസ്യൂമൊക്കെ വീഡിയോ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റെസ്യൂമാക്കി അങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്ക് തേർഡ് ഇൻ്റർവ്യൂവിൽ തന്നെ, അതായത് 3 കമ്പനിയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അതിൽ 2 കമ്പനിയിൽ കിട്ടി, അതിലൊരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് സ്കിൽസ് ഉണ്ടെന്ന് നമ്മുടെ കമ്പനി നമ്മൾ ഹയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന കമ്പനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അവർ ഹയർ ചെയ്യും. പിന്നെ ഈ ഡിഗ്രി വേണ്ട എന്നോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് വിലയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ പ്രോസസ്സിങ്ങിലൊക്കെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ഫീൽഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി കൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. ബട്ട് വിസ പ്രോസസ്സിങ് അതിലൊക്കെ ഇപ്പോൾ വിസയൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് നെയിമിൽ നമുക്ക് കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ ജോബ് എന്താണോ അതൊക്കെ നമ്മുടെ എമറേറ്റ്സ് അടിയിലൊക്കെ വരും, അതൊക്കെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇപ്പോൾ ഡിഗ്രി ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ വല്ല ഫാബ്രിക്കേറ്റർ, പെയിൻറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇടാൻ പറ്റുള്ളൂ, ഓഫീസ് ബോയ് അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇടുള്ളൂ. സോ അവിടെയൊക്കെയാണ് പിന്നെ നമുക്ക് ഈ ഡിഗ്രി കൊണ്ടൊരു
ഉപകാരമുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി ഇല്ല വീഡിയോ എഡിറ്റിംഗ് സ്കിൽസിന് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കയറി വരാൻ നിൽക്കണ്ട. മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ സ്കിൽസ്, അതുപോലെ തന്നെ രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യമാണ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, അറബിക്ക് അറിയണം എന്നില്ല. പിന്നെ ചില കമ്പനികളൊക്കെ പറയും, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കമ്പനികൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയാണ് മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. ഹിന്ദിയും വലിയ കാര്യമായിട്ട് അറിയണമെന്നൊന്നുമില്ല, ബട്ട് ഇംഗ്ലീഷ് എന്തായാലും അത്യാവശ്യം ചെറുതായിട്ട് എന്തെങ്കിലും അറിഞ്ഞാൽ മതി. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലാതെ നമ്മുടെ ഇംഗ്ലീഷ് ഭയങ്കര ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കിയിട്ടൊന്നും പറയണ്ട. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു മീഡിയം എന്നുള്ളത് ഇവിടെ കോമൺ ആയിട്ട് ഇംഗ്ലീഷാണ്. സോ ആ ഒരു മീഡിയം നമുക്ക് ഉണ്ടായിരിക്കണം, അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റി കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് ഇവിടുത്തെ ഓരോ കമ്പനികൾ നോക്കും. അതുപോലെ തന്നെ സ്കിൽസ് നോക്കും. പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നോക്കില്ല. പിന്നെ നോക്കണതാണ് മൾട്ടിപ്പിൾ ടാലൻറ്റ്. അത് വലിയൊരു ഇതാണ്. അതായത് ഇപ്പോൾ ഇൻഹൗസ് ടീമിലേക്ക് എടുക്കുമ്പോൾ മെയിനായിട്ട് കമ്പനീസൊക്കെ ചിലപ്പോൾ ഒറ്റ പൊസിഷനിൽ തന്നെ അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കാനായിട്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന പൊസിഷനിലേക്കൊക്കെ എടുക്കും. ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും വീഡിയോഗ്രാഫി മാത്രമാണ് ഉണ്ടായുള്ളൂ. അതിനുശേഷം എനിക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഇതുകൂടി തന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റിംഗ് നോക്കണം, മീൻസ് ഓൺലൈൻ മാർക്കറ്റിംഗ്, മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള പ്രൊമോഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അത് നോക്കണം. അങ്ങനെയൊക്കെ എനിക്ക് തന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്യാൻവ അറിയാമെങ്കിൽ അതൊരു നല്ലൊരു ഇതാണ്, കാരണം നമുക്ക് ഗ്രാഫിക്സ് ഡിസൈനിങ്ങിനൊക്കെ ഉറപ്പായിട്ടും യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ AI. ഇപ്പം ഞാൻ കയറിയ സമയത്ത് അങ്ങനെ ഉണ്ടായില്ല, പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി എല്ലാവരും ഈ AI അറിയാവുന്നവർ, AI വെച്ചിട്ട് ഇമേജും വീഡിയോസൊക്കെ ജനറേറ്റ് അറിയാവുന്നവർക്കൊക്കെ ഒരു മുൻഗണന എല്ലാ കമ്പനീസും കൊടുക്കുന്നുണ്ട്. സോ അതും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. സോ ഈ മൾട്ടിപ്പിൾ ടാലൻസ് ഒക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും പഠിച്ചെടുക്കാവുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ കമ്പനി കേട്ട് എന്നെ ആരും പഠിപ്പിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ ഫ്രീ ടൈം കിട്ടിയപ്പോഴൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാൻവ പഠിച്ചെടുത്തു. അതുപോലെ തന്നെ മെറ്റ ആഡ്സ് റൺ ചെയ്യാൻ പഠിച്ചു, ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യാൻ പഠിച്ചു. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചു. എങ്ങനെ പ്രോംപ്റ്റ് ഉണ്ടാക്കാം, എങ്ങനെ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ വീഡിയോസും ഇമേജൊക്കെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ പഠിച്ചു. ആൻഡ് അതൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളുമാണ്. ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ അടിപൊളിയാക്കാനായിട്ട് എനിക്ക് ഈ പറഞ്ഞ AI അടക്കം എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്കിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ സ്കിൽസൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്ത് അവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക, അത്രേ ഉള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഡിഗ്രി എടുക്കാനോ പഠിക്കാതിരിക്കാനോ ഒന്നും ഞാൻ പറയണില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇങ്ങനൊരു ഫാക്റ്റ് ഇവിടെ ഉണ്ട്, സോ അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ ട്യൂട്ടോറിയൽസും ഒക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.